ബാംഗ്ലൂരിൽ വന്നാൽ ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ പലരും കാണാതെ പോകുന്നൊരു സ്ഥലമുണ്ട് അതിനുള്ളിൽ തന്നെ. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ ലാൽബാഗിൽ കയറി കഴിഞ്ഞാൽ മെയിനായിട്ട് ആൾക്കാർ കാണുന്നത് അതിനുള്ളിലെ ഗ്ലാസ് ഹൗസാണ്, അല്ലെങ്കിൽ ലാൽബാഗ് ലേക്കാണ്, അല്ലെങ്കിൽ റോക്ക് ടെമ്പിൾ എന്ന് വെച്ചാൽ അത് കയറുമ്പോൾ തന്നെ ഒരു റോക്ക് ഉണ്ട് അവിടെ. അത് പിന്നെ വിശാലമായ ലോൺസ്, റോസ് ഗാർഡൻ, അതൊക്കെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൽ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ലാൽബാഗ് നഴ്സറിയാണ്. അത് നമുക്ക് മേടിക്കാൻ വേണ്ടി മാത്രമല്ല, അതിൽ അകത്ത് കയറിക്കഴിഞ്ഞാൽ പലതരം പൂക്കളും വൃക്ഷങ്ങളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും അങ്ങനെ എല്ലാ തരം ചെടികളും എല്ലാം അവിടെ, ക്രീപ്പേഴ്സ്, ഇൻറ്റീരിയർ പ്ലാന്റ്സ്, അങ്ങനെ എല്ലാം അവിടെ കാണാൻ കിട്ടും. അതവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ലാൽബാഗിലോട്ട് പോകുമ്പോൾ ഞാൻ തന്നെ പലതവണ ഞാൻ അവിടെ എത്തിയപ്പോൾ അത് മിസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു അട്രാക്ഷൻ അല്ലാതെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ചെടികൾ മേടിക്കാനുണ്ട് അങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനത് പലതവണ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ഞാൻ അവിടെ കയറി കാണാൻ അത് ഇടയായി. എനിക്കിപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നമ്മളിപ്പോൾ ബാൽക്കണിയിലോട്ട് പിന്നെ നാട്ടിലോട്ടും വെക്കാൻ തന്നെ പല ചെടികളും പല തവണയായിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. വളരെ നന്നായിട്ടാണ് അവർ അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതും നല്ല ക്വാളിറ്റി ചെടികളുമാണ്. അത് വെച്ചത് മിക്കതും പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യരുത്, ലാൽബാഗ് നഴ്സറി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കറക്റ്റ് ഗേറ്റിലെത്താൻ പറ്റും. കാരണം ഇപ്പോൾ ലാൽബാഗിലോട്ട് 3-4 ഗേറ്റ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് എത്തണമെങ്കിൽ ലാൽബാഗ് നഴ്സറി എന്ന് അടിച്ചാൽ മതി. ഇതാകുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ലാൽബാഗിൻ്റെ മെയിൻ പാർക്കിംഗ് ഏരിയയും. അവിടെ ഒരുപാട് കാർ ഇടാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ അഥവാ മെട്രോ പിടിച്ചാണ് വരുന്നതെങ്കിൽ ലാൽബാഗ് വെസ്റ്റ് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ എക്സിറ്റ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നടന്ന് കയറിയാൽ നിങ്ങൾക്ക് അകത്തൂടെ കുറേ നടക്കേണ്ടി വരും. ഒരു ഓട്ടോ പിടിച്ചാൽ അവർ ലാൽബാഗ് നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് അതിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുപോയിറക്കും. പിന്നെ അവിടെ നിന്ന് നടന്ന് ആ ഗേറ്റിൽ കൂടി തന്നെ നിങ്ങൾക്ക് കയറിപ്പോവാം. ഇവിടെ വരുമ്പോൾ പിന്നെ ഫുഡിൻ്റെ ഓപ്ഷൻസ് നോക്കുന്നുണ്ടെന്നാണെങ്കിൽ MTR ഒരു നല്ല ഓപ്ഷനായിരിക്കും. അത് വളരെ പഴയൊരു ഔട്ട്ലെറ്റാണ്. ഞാൻ 1-2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. നല്ല ഫുഡാണ് അവരുടെ. ഈ സമയത്തൊക്കെ ഉച്ച സമയത്തൊക്കെ പോയാൽ നല്ല മീൽസ് താലിയൊക്കെ കിട്ടും. എനിക്ക് തോന്നുന്ന ദോശ അങ്ങനത്തെ ഐറ്റം ഈ ഫുൾ ഡേ മെനുവിലുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാം. പക്ഷെ അവിടുത്തെ ആകെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഇഷ്യൂ ഉണ്ട്, പാർക്കിംഗ് ഇല്ല. അപ്പോൾ സാധാരണ ഞാനൊക്കെ എന്താ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് ലാൽബാഗിൽ പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് പോകും. ഭയങ്കര അടുത്താണ്, അവിടെ ഒരു മിനിമം ചാർജേ വരുള്ളൂ. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ചുറ്റും പല റെസ്റ്റോറൻറ്റും ഉണ്ട്. ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പോയാൽ അവിടെ ഒരു A to B ഉണ്ട്. അങ്ങനെ പിന്നെ ലോക്കലായിട്ടുള്ള കുറേ ദർശനികളും അവിടെ കാണാൻ കിട്ടും. നമ്മളിവിടെ എത്തി. ഇതിനെ ഞാൻ വിളിക്കുന്നത് ലാൽബാഗ് ഡബിൾ റോഡ് ഗേറ്റ് എന്നാണ്. ഇവിടെ തന്നെയാണ് നഴ്സറി. ഇനി നമ്മൾ കാറ് പാർക്ക് ചെയ്യണം. ഇത് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടാവും. കുറച്ച് ദൂരെ ആയിരിക്കും പാർക്കിംഗ് കിട്ടുക. അപ്പോൾ നമ്മളെന്തായാലും അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് MTRലോട്ട് കഴിക്കാൻ പോകാൻ തീരുമാനിച്ചു. അവിടെ പാർക്കിംഗ് സൗകര്യം എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് നേരെ ഒരു ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. നിൽക്കണം.
174. 175. ഞാൻ MTR നിന്ന് കഴിച്ചത് അവരുടെ സ്പെഷ്യൽ മീൽസാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ കഴിച്ചത് മിനി മസാല ദോശയും ചട്നിയുമാണ്. ഇതിൻ്റെ ഒപ്പം അവർ വേറെ പല ഐറ്റംസും തരും. പടവലങ്ങയുടെ ഒരു സ്പെഷ്യൽ കറി, ക്യാരറ്റും ചെറുപയർ പരിപ്പും ഇട്ട ഒരു ഉപ്പേരി, നാരങ്ങ അച്ചാർ, ഭാജി, പിന്നെ ചോറും കടലപ്പരിപ്പും ഇട്ട ഒരു പായസം. ഇത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവർ നമുക്കൊരു പൂരിയും മധുരവടയും തന്നു. മധുരവട ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ ഇതെല്ലാം അൺലിമിറ്റഡ് ആണ്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് റൈസ് ഐറ്റംസിൻ്റെ ഒരു വലിയ നിര തന്നെയാണ് വന്നത്. ബിസിബെല്ലെ ബാത്ത്, പുളിയോഗരി, കേർഡ് റൈസ്, സാമ്പാർ റൈസ്, രസം റൈസ്, പിന്നെ ഡെസേർട്ടായിട്ട് കേസരി ബാത്തും കിട്ടി, ഫ്രൂട്ട് സലാഡും കിട്ടി. പിന്നെ നമ്മൾ MTR നിന്ന് കഴിച്ചിറങ്ങി. വിചാരിച്ച പോലെയല്ല, നല്ല തിരക്കായിരുന്നു. 1 മണിക്കൂറിൻ്റെ അടുത്തെടുത്ത് ബില്ലടിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് ടേബിൾ കിട്ടി കഴിച്ചിറങ്ങാൻ വേണ്ടി. നല്ല ടേസ്റ്റി ഭക്ഷണമായിരുന്നു. ഫുൾ എന്താ പറയുക, കർണാടക സദ്യ എന്ന് വേണേൽ പറയാം. ഇപ്പോൾ നമ്മൾ ലാൽബാഗിൻ്റെ ഉള്ളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നഴ്സറിയിലോട്ട്. നമ്മൾ ആ നഴ്സറിയുടെ അടുത്താണ് കാറ് പാർക്ക് ചെയ്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് MTRലോട്ട് പോയത്. അപ്പോൾ ഇനി MTRൻ്റെ അവിടെ തന്നെ ഒരു ഗേറ്റ് ഉണ്ട് ആക്ച്വലി. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ചു ഇങ്ങോട്ട് തിരിച്ച് പയ്യകത്തൂടെ കയറി നടക്കാം. അധികം ദൂരം ഇല്ല. ഉള്ളിൽ കൂടി നടക്കാനാണെങ്കിൽ ഹാർഡ്ലി ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കുള്ളൂ. നല്ല വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നടക്കുകയും ചെയ്യാം. വിവിധ തരം ബോൺസൈ മരങ്ങൾ നല്ല വാല്യൂ ഫോർ മണിയുമാണ്. ആര്യവേപ്പ്, പലതരം മാവ്, ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്തു. പക്ഷെ മഴ പെയ്തപ്പോൾ ആ ചെടികളുടെയൊക്കെ കളറ് തന്നെ അങ്ങ് മാറിപ്പോയി. വേറെ ഒരു ഭംഗി. ഇതാദ്യമായിട്ടാണ് മഴ പെയ്യുമ്പോൾ നമ്മളിവിടെ വരുന്നത്. ഇവിടെ നിന്നൊരു പാമ്പൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ബാൽക്കണിയിൽ. വളരെ റീസണബിളായിട്ടുള്ള റേറ്റാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് നല്ല വൈകിട്ടായപ്പോൾ നല്ല മഴ പെയ്തു. അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ ലാൽബാഗിലെ നഴ്സറിയിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളപ്പോൾ ലാൽബാഗിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നഴ്സറി ഒന്ന് പോയി കാണാം. നിങ്ങൾ ബാംഗ്ലൂരിലാണെങ്കിൽ അവിടുന്ന് ചെടികളും മേടിക്കാനുള്ള നല്ല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചെടികളെല്ലാം എന്നാണെങ്കിൽ നാട്ടിലോട്ട് പോകും, കൊച്ചിയിലോട്ടൊക്കെ അല്ല കേരളത്തിലോട്ടൊക്കെ പോകുമ്പോൾ വിത്തുകൾ മേടിച്ചുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ഇഷ്ടമാതിരി പച്ചക്കറിയുടെയും പൂക്കളുടെ ഒക്കെ വിത്ത് കിട്ടും. അത് എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ പലപ്പോഴായിട്ട് കൊണ്ടുപോയി നട്ടതൊക്കെ
ചെടികളായിട്ട് മാറിയിട്ടുമുണ്ട്, നന്നായിട്ട് നിൽക്കുന്നുമുണ്ട് അവിടെ. കൂടെ നിങ്ങളുടെ സമയം അലോ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ MTR ഒന്ന് വിസിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12:30 to 3:30 അവിടെ മീൽസ് മാത്രം കിട്ടത്തുള്ളൂ. ബാക്കി ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കണം എന്നാണെങ്കിൽ അതിന് മുമ്പോ അത് കഴിഞ്ഞിട്ടോ പോകണം. അപ്പോൾ മീൽസ് ശരിക്കും പറഞ്ഞാൽ അത് ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യം തന്നെയാണ്. നല്ല മീൽസ് ആയിരുന്നു, നല്ല ഹെവിയാണ്. ഒരു സദ്യ കഴിച്ച ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി. അപ്പോൾ തീർച്ചയായിട്ട് MTRലും ഒന്ന് പോയി ഭക്ഷണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.